മുസ്ലിയാക്കന്മാർക്ക് ഭയങ്കര ഹാപ്പി. മുസ്ലിയാക്കന്മാർ തന്നെ പറയാ എന്ത് അടിപ്പാവാട. മുജാഹിദ് ബാൽശ്ശേരി പറയുന്നത് കേട്ടോളി എന്ന് പറഞ്ഞിട്ട് ഭയങ്കര. ആദ്യം മൂപ്പര് പറയുന്ന ഒരു വാക്കുണ്ട്, അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം. എന്റെ നാവുകൊണ്ട് എന്നത് പറയാൻ എനിക്ക് പ്രയാസം, അത്തരം മോശമാണ് ബാലുശ്ശേരി പറയുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് മൂപ്പര് ആ ക്ലിപ്പിംഗ് ഇടിയിച്ചു കുട്ടികളെ കൊണ്ട്. പിന്നെ മൂപ്പര് പറയാട്ടോ, മോനെ ഒന്നുകൂടി ഇടി, എന്ത് രസാണത്, മോനെ ഒന്നുകൂടി ഇടി, അതെന്ത് രസം. അതെന്താ അറിയോ, മൂപ്പര് പൊതുവെയുള്ള പ്രകൃതം ഇത് ആസ്വദിക്കുന്നതിൽ പെട്ടതാ. അതുകൊണ്ട് ആദ്യം മൂപ്പര് പറഞ്ഞത് നുണയാ, ഇത് ഇന്റെ നാവുകൊണ്ട് പറയാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. മൂപ്പര് പറയുകയും ചെയ്യും, ആ കാര്യങ്ങൾ മൂപ്പർക്ക് ഭയങ്കര ഇൻട്രസ്റ്റാ. അതുകൊണ്ട് അള്ളാഹു മൂപ്പരെ തനി നിറം അവിടെ നിന്ന് എന്നെ അങ്ങോട്ട് പറയിപ്പിച്ച്. അത് നിങ്ങളൊന്ന് കേൾക്കും. നിങ്ങൾ ഓർക്കണം, മുജാഹിദ് മൗലവിമാർ അവരുടെ സമ്മേളനത്തിന്റെ ഭാഗമായൊക്കെ പ്രസ്ഥാനത്തെ പരിചയപ്പെടുത്തുമ്പോൾ പറയും, ഞങ്ങൾ വന്നതുകൊണ്ടാണ് ഇവിടെ പല പല നേട്ടങ്ങളും ഉണ്ടായത്. ഒരു മൗലവി കഴിഞ്ഞ ദിവസം പ്രസംഗിച്ച ഒരു പ്രസംഗം ഒരു CD എനിക്ക് കിട്ടി. അതിൽ അദ്ദേഹം പറയുന്നത് വല്ലാത്തൊരു നേട്ടമാണ്. മുജാഹിദ് പ്രസ്ഥാനം ചെയ്ത് പ്രവർത്തിച്ച നേട്ടം അദ്ദേഹം വിലയിരുത്തുകയാണ്. എന്താണ്, ഞങ്ങൾ കൈവച്ചിട്ടുള്ള സ്ഥലങ്ങൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാമോ? ഇത് പലതാണ്, ചെറുതൊന്നുമല്ല. ആളുകളെ എണ്ണി എണ്ണി പറയുകയാണ്. എന്റെ നാവ് കൊണ്ട് ഞാനത് പറയുന്നില്ല, അയാൾ തന്നെ പറയട്ടെ. മുജാഹിദ് പ്രസ്ഥാനം കൈവച്ച സ്ഥലങ്ങൾ അദ്ദേഹം പരിചയപ്പെടുത്തുന്നുണ്ടോ ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം. അയാൾ മുജാഹിദ് പ്രസ്ഥാനം കൈവച്ചത് എവിടെയാണെന്ന് മുജാഹിദ് ബാലുശ്ശേരി തന്നെ വളരെ ജോറായി പറയുന്നുണ്ട്. ഒന്ന് കേൾക്കൂ നിങ്ങൾ. ഇത് പ്രസ്ഥാനം കൈവക്കാത്ത എന്തൊരു നന്മയാണ് ഈ സമൂഹത്തിനുള്ളത്. കേരളത്തിലെ മുസ്ലിം സ്ത്രീകൾ അടിപ്പാവാട ധരിക്കാത്ത ഒരു കാലം ഉണ്ടായിരുന്നു, അറിയുമോ നിങ്ങൾക്ക്? അവർക്ക് അടിപ്പാവാട ധരിപ്പിച്ച പ്രസ്ഥാനമാണ് മുജാഹിദ് പ്രസ്ഥാനം. കൊള്ളാം കൊള്ളാം. മുജാഹിദ് കൈവച്ച സ്ഥലങ്ങൾ ഇപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്. നിങ്ങൾ കൈവച്ച സ്ഥലങ്ങളാണിത്. മുജാഹിദിന്റെ പുരോഗമനമാണ് ഇപ്പോൾ കേട്ടത്. ഒന്നുകൂടി വെച്ചുകൊടുത്താൽ അതുകൊണ്ട് കേൾക്കാൻ ഭൂമിയാണ്. ഒന്നുകൂടി വെച്ചുകൊടുത്താൽ അതുകൊണ്ട് കേൾക്കാൻ ഭൂമിയാണ്. ഒന്നുകൂടി വെച്ചുകൊടുത്താൽ അതുകൊണ്ട് കേൾക്കാൻ ഭൂമിയാണ്. ഇത് പ്രസ്ഥാനം കൈവക്കാത്ത എന്തൊരു നന്മയാണ് ഈ സമൂഹത്തിനുള്ളത്. കേരളത്തിലെ മുസ്ലിം സ്ത്രീകൾ അടിപ്പാവാട ധരിക്കാത്ത ഒരു കാലം ഉണ്ടായിരുന്നു, അറിയുമോ നിങ്ങൾക്ക്? അവർക്ക് അടിപ്പാവാട ധരിപ്പിച്ച പ്രസ്ഥാനമാണ് മുജാഹിദ് പ്രസ്ഥാനം. അവിടെയാണ് നിങ്ങൾ കൈവച്ചത് എന്നാണ് ഇപ്പൊ നിങ്ങൾ പറഞ്ഞിട്ടുള്ളത്. എതിർപ്പില്ല. നിങ്ങൾ കേട്ടല്ലോ. അതിന്റെ പൂർണ്ണ രൂപം ഞാൻ കേൾപ്പിച്ചാല്, ഈമാനിന്റെ തരിമ്പും പരലോക പേടിയുള്ളവൻ ഇവനെ എന്ത് ചെയ്യണം നിങ്ങൾ ആലോചിച്ചാൽ അതിന്റെ വകുപ്പ് നിങ്ങൾക്ക് വിട്ടുതരിക. അതിന്റെ വകുപ്പ് നിങ്ങൾക്ക് വിട്ടുതരിക. ഒന്നാമത്തെ നിങ്ങൾ കേൾക്കി, മുജാഹിദ് പ്രസ്ഥാനം കൈവച്ച മേഖല മലയാള ഭാഷ. മലയാളം പഠിക്കരുത് എന്നാണ് പണ്ടേ ഇവർ പറഞ്ഞിരുന്നത്, ഇംഗ്ലീഷും പഠിക്കരുതെന്നാണ്. മലയാള ഭാഷയിൽ കൈവെക്കുക എന്ന പദപ്രയോഗം മൂപ്പര് മനസ്സിലാക്കി എന്തറിയോ? പാവാടന്റെ ഉള്ളിൽ കൈവെക്കല് സത്യമായിട്ട്. കാരണം മൂപ്പരാകെ വ്യക്തിപരിചയം കൈ അവിടെ ഉള്ളൂ. വേറൊരു ഈ കൈവെക്കുക എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം കൈവെക്കാക്കുന്ന മേഖലല്ല എന്ന് പറഞ്ഞാൽ പാവാടന്റെ ഉള്ളിൽ കൈയിട്ടുന്നാ അല്ലടോ, ഇടപെട്ടു എന്നാണ് അതിനർത്ഥം. മലയാളം പഠിക്ക്, സക്കാഫിയായ പോലെ. സക്കാഫി എന്ന് പറഞ്ഞാൽ സംസ്കാരമുള്ളവന്മാ. ഈ ജാതിയാ പറയാ സക്കാഫി എന്ന് പറഞ്ഞാൽ സംസ്കാരമുള്ളവനാ അതിനർത്ഥം. ഇവന് സംസ്കാരം ഉണ്ടോ? ആദ്യം പറഞ്ഞത് എന്റെ നാവുകൊണ്ട് ഞാൻ പറയുന്നില്ല, പിന്നെ പറയണത് എന്ത് രസമുണ്ട്, എന്ത് രസമുണ്ട്. എന്റെ കൂട്ടരെ, ആ ക്ലിപ്പിങ്ങില് ഞാൻ ഒരുപാട് കാര്യം എണ്ണി, നല്ല കാര്യം ഒന്നും മൂപ്പർക്ക് കിട്ടിയില്ല. മൂപ്പരിക്കാകെ കിട്ടിയത് എന്താണ്? കൈവച്ചവൻ. ഈ കൈവെക്കുക എന്നതൊരു മലയാള പ്രയോഗമാണ്. ഇടപെടുക എന്നാണ് അതിന്റെ അർത്ഥം. കൈവെക്കുക എന്ന് പറഞ്ഞാൽ കൈ ഇങ്ങനെ വെക്കുക എന്നല്ല, ഇടപെടുക. വിദ്യാഭ്യാസ രംഗത്ത് കൈവച്ചു എന്ന് പറഞ്ഞാൽ കൈ ഇങ്ങനെ വിദ്യാഭ്യാസത്തിന്റെ മുകളിൽ വെച്ചു എന്നാ. ഇഞ്ചാതി മലയാളം തിരിയാത്ത കൗമേ പിന്നെ എങ്ങനെ മതം പറയൂ? എന്നിട്ടാ അറബി ഭാരത്ത് പറയണത്, മലയാളം അറിയില്ല. പിന്നെ കൈവച്ച മേഖല മൂപ്പർക്ക് ഇൻട്രസ്റ്റ് ഉള്ള സബ്ജക്ട് അതാ. അപ്പൊ മൂപ്പർ അതെന്ത് ചെയ്തു? അത് ക്ലിക്ക് ചെയ്ത് അതിങ്ങനെ അങ്ങോട്ട് കേൾപ്പിച്ചു. ഇതാണ് മൂപ്പർ ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ എനിക്ക് അത്ഭുതം തോന്നിയ ഒരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ ആ ക്ലിപ്പിംഗ് നിങ്ങളോട് പൂർണ്ണമായി കേൾപ്പിക്കാൻ. ആ കേസറ്റ് 2.5 മണിക്കൂറുള്ള ഒരു പ്രസംഗമാണ് ബഹ്റൈനിൽ ചെയ്ത മതം സമാധാനത്തിന്, തീവ്രവാദം നാശത്തിന്. അത് കേട്ട എത്രയോ ആളുകൾ NDF എന്ന് പോന്നു. അബ്ദുൽ നാസർ മാഹിദനി വരെ ആ കേസറ്റ് കേട്ടിട്ട് അദ്ദേഹം അതിനെപ്പറ്റി നല്ലൊരു അഭിപ്രായം പറഞ്ഞു. സത്യസന്ധരായ ആളുകൾ അങ്ങനെ ശ്രമിക്കുന്നതെങ്കിൽ കഴിയും. അങ്ങനത്തെ ഒരു കേസറ്റ്. ആ കേസറ്റിൽ ഞാൻ എന്താ പറഞ്ഞത്? എനിക്ക് അത്ഭുതം തോന്നിയൊരു കാര്യം പറഞ്ഞോട്ടെ നിങ്ങളോട്. ഞാൻ ആ ഭാഗം പറഞ്ഞിട്ട് ഉടനെ പറയുന്നു, ഞങ്ങൾക്ക് കറാമത്തുണ്ടെന്ന് ഞങ്ങൾ വാദിക്കുന്നില്ല, പക്ഷെ ഇസ്ലാഹി പ്രസ്ഥാനത്തെ അള്ള പ്രൊട്ടക്ട് ചെയ്തിട്ടുണ്ട്. ഞാനത് പറഞ്ഞിട്ട് ഉടനെ പറയുന്നറിയോ? നാളെ ഇനി മുജാഹിദ് പ്രസ്ഥാനം സ്ത്രീകൾക്ക് അടിപ്പാവട ധരിപ്പിക്കാൻ നടക്കുകയായിരുന്നു എന്ന് വ്യാഖ്യാനിക്കണ്ട, അത് വിട്ട് കിടക്കണ്ട. ആ കേസറ്റ് അവിടം വരെ കേൾക്കാതെ അപ്പുറത്ത് കേൾപ്പിക്കുന്നതിന്റെ ആ ഒരു വ്യഗ്രതയും തൊലിക്കെട്ടിയും കൂടെ ഒന്ന് ആലോചിച്ച് നോക്ക്. ഇനി നിങ്ങൾ ഇതിന്റെ പൂർണ്ണമായി കേൾക്കുക, പിന്നെ എന്റെ ഒരു കമന്റ് ആണോ?
ആണോ? നിങ്ങൾ ആലോചിച്ച് നോക്കും. മുജാഹിദ് പ്രസ്ഥാനത്തിന് ഭീരുത്വം കൊണ്ടല്ലേ നിങ്ങൾ യുദ്ധത്തിനെതിരെ? ഞങ്ങൾക്കോ കാന്തപുരത്തിന്റെ തറവാട്ടിലേക്ക് കയറി ചെന്ന് തൗഹീദ് പറഞ്ഞ ഞങ്ങൾക്കോ? ആണോ? ഉള്ളാളം ദർഗയുടെ പരിസരത്ത് എന്ന് തൗഹീദ് പറഞ്ഞ ഞങ്ങൾക്കോ? CM മടവൂരിന്റെ മക്കാമിന്റെ പരിസരത്ത് എന്ന് മക്കാമിന്റെ മുമ്പിൽ ചെന്ന് തൗഹീദ് പറഞ്ഞ ഞങ്ങൾക്കോ? ബാബരി മസ്ജിദ് പൊളിച്ച ഉടനെ ഇന്ത്യന്റെ മതേതരത്വത്തിന്റെ കടക്ക് കത്തിവെച്ച December 6 ഉണ്ടല്ലോ, 1992 December 6, ഇന്ത്യ രാജ്യത്ത് മുഴുവനും കലാപം പൊട്ടിപ്പുറപ്പെട്ടപ്പോ മതം മനുഷ്യ സൗഹാർദ്ദത്തിന് എന്ന് പറഞ്ഞ് ചതുർദിന സമ്മേളനം നടത്താൻ മുജാഹിദ് പ്രസ്ഥാനം കാണിച്ച ധൈര്യത്തിനോ? ഏതാ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ കുഴപ്പം? മുജാഹിദ് പ്രസ്ഥാനം ജനങ്ങളുടെ പൾസ് മനസ്സിലാക്കി പ്രവർത്തിച്ചു. മുജാഹിദ് പ്രസ്ഥാനം കൈവെക്കാത്ത എന്തൊരു നന്മയാണ് ഈ സമൂഹത്തിനുള്ളത്? കേരളത്തിലെ മുസ്ലിം സ്ത്രീകൾ അടിപ്പാവാട ധരിക്കാത്തൊരു കാലമുണ്ടായിരുന്നു. അറിയുമോ നിങ്ങൾക്ക്? അവർക്ക് അടിപ്പാവാട ധരിപ്പിച്ച പ്രസ്ഥാനമാണ് മുജാഹിദ് പ്രസ്ഥാനം. അറിയോ നിങ്ങൾക്ക്? അതിനർത്ഥം ഞങ്ങൾ പെണ്ണുങ്ങളെ പാവാട ധരിക്കാൻ നടക്കുകയായിരുന്നു എന്നല്ല. ഇനി നാളെ അങ്ങനെ വ്യാഖ്യാനിച്ചേക്കണ്ട. പറഞ്ഞു വന്നതിന്റെ അർത്ഥം അതിന് പോലും അവസരമില്ലാത്തൊരു സമൂഹത്തെ. എനിക്കറിയാം, ഞാന് അരീക്കോടിനടുത്തൊരു സ്ഥലമുണ്ട്, ഇരുവേറ്റി എന്ന് പറയുന്ന സ്ഥലം. അവിടെ ഒരു പ്രസംഗത്തിന് ചെന്നപ്പോ ഒരു മനുഷ്യന്റെ കൈ ഇങ്ങനെ പൊട്ടിയിട്ട് ഇങ്ങനെ, അപ്പൊ അയാൾ പറഞ്ഞു, ബാലുശ്ശേരി ഇതെന്താണെന്നറിയുമോ എന്ന് ചോദിച്ചിട്ടുണ്ടോട്. ഞാൻ പറഞ്ഞു, കൈ പൊട്ടിയതാണ്. അതെങ്ങനെ പൊട്ടിയെന്നറിയുമോ നിങ്ങൾക്കെന്ന് ചോദിച്ചു. എന്റെ ബാപ്പ ഒരു ഖുറാഫിയായിരുന്നു. ഞാൻ തലയിൽ മുടി വെച്ചപ്പോ എന്നെ വാപ്പ ഓടിപ്പിച്ചത്. അപ്പൊ ഞാനൊരു മൂച്ചിമ്മ കയറി മൂച്ചിന്റെ കൊമ്പ് പൊട്ടി വീണ് കൈ പൊട്ടിയതാണ്. മൂച്ചി എന്ന് പറഞ്ഞാൽ മാവ്. അയാൾ പറഞ്ഞത് ഞാൻ അപ്പടി പറഞ്ഞോളൂ മാത്രം. മാവിന്റെ മുകളിൽ എന്റെ ബാപ്പ ഓടിച്ചിട്ട് കയറ്റി. അങ്ങനെ കൊമ്പടിഞ്ഞ് ഞാൻ വീണു മുടി വെച്ചതിന്റെ പേരിൽ. ഈ സമൂഹത്തെ മുടി വെച്ചിട്ട് ഇപ്പൊ ഹെയർ സ്റ്റൈൽ ഉണ്ടല്ലോ, ഓനെ വാർന്നു വെക്കാനും ഒരു ചീർപ്പ് കൈ പിടിപ്പിക്കാനും പഠിപ്പിച്ച പ്രസ്ഥാനം മുജാഹിദ് പ്രസ്ഥാനം. ഈ പ്രസ്ഥാനത്തിന് ഏതെങ്കിലും ഒരു കാര്യത്തിൽ മുജാഹിദ് പ്രസ്ഥാനം ഇടപെട്ടില്ല. സക്കാത്ത് സിസ്റ്റമാറ്റിക്കലി ഈ സമൂഹത്തെ പഠിപ്പിച്ച ആര്? മുജാഹിദ് പ്രസ്ഥാനമാണ്. ഈ പ്രസ്ഥാനം ക്രിസ്ത്യൻ ചർച്ചിൽ പറഞ്ഞ പോലെ മുസ്ലിങ്ങൾ തൊട്ടുവെക്കാത്തൊരു ശാസ്ത്രശാഖയില്ല എന്ന് പറഞ്ഞാൽ മുജാഹിദുകൾ തൊട്ടുവെക്കാത്ത ഒരു മേഖലയും കേരളത്തിലില്ല. അതുകൊണ്ട് വളരെ ഗൗരവം പറയാ. ഇത്ര സഹോദരങ്ങളെ നോക്കണം. അതായത് ബഹ്റൈനിൽ വർഷങ്ങൾക്ക് മുമ്പ് പ്രസംഗിച്ചപ്പോ തന്നെ ഞാൻ പറയുന്നുണ്ട്, മുജാഹിദുകൾ അടിപ്പാവാട ധരിപ്പിക്കാൻ നടക്കുക എന്ന് നാളെ വ്യാഖ്യാനിക്കരുത്. എന്നിട്ടും അത് ക്ലിപ്പിംഗ് ആക്കി ഇവരെ കുറിച്ച് നിങ്ങൾ പറയൂ. ഇവർ മുഅ്മിനുകളാണോ? ഇവർക്ക് പരലോക വിശ്വാസമുണ്ടോ? ഇവരെന്താ ശ്രമിക്കുന്നത്? മാത്രമല്ല, എനിക്ക് ആശ്ചര്യം തോന്നുന്ന ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞോട്ടെ. എന്താണ് അലവിക്ക് ഇഷ്ടപ്പെടാത്തത്? സക്കാത്ത് സിസ്റ്റമാറ്റിക്കലായി നടത്തിയതിനെ പറ്റി മൂപ്പര് മിണ്ടുന്നില്ല. കാരണം മൂപ്പര് സക്കാത്ത് കൊടുക്കാറില്ല, കൊടുപ്പിക്കാറില്ല. മൂപ്പർക്ക് ഇഷ്ടപ്പെട്ടില്ല. ഹെയർ സ്റ്റൈൽ മുടി വെക്കാൻ പഠിപ്പിച്ചു മുജാഹിദ് പ്രസ്ഥാനം. എല്ലാ കാര്യത്തിലും മുജാഹിദ് പ്രസ്ഥാനം ഇടപെട്ടു. അതൊക്കെ പറഞ്ഞ മൂപ്പർക്ക് ആകെ ക്ലിക്ക് ചെയ്തൊരു കാര്യം എന്താ? മൂപ്പർക്ക് താല്പര്യമുള്ളൊരു വിഷയം. ഞങ്ങൾ ആ ക്ലിപ്പിംഗ് കേൾക്കുമ്പോൾ ചിന്തിക്കണ്ടേ? ഇപ്പോ ഈ നാട്ടില് മണക്കടവില് ഒരു പെണ്ണിനെ ഒരുത്തൻ നഗ്നനാക്കി എന്ന് വിചാരിച്ചോളൂ. വസ്ത്രമില്ലാത്ത വിവസ്ത്രയാക്കി. അപ്പൊ ഒരാൾ ഓടി വന്നിട്ട് ആ പെണ്ണിനെ ഒരു ഡ്രസ്സ് കൊണ്ട് പുതപ്പിച്ചു. എന്നിട്ട് അവൻ ചോദിക്കുകയാണ്, ഈ പെണ്ണിന് ഡ്രസ്സ് ധരിപ്പിച്ചവനാണ് ഞാൻ. അതൊരുത്തൻ ക്ലിപ്പിംഗ് ആക്കിയാലോ? ഓള് ഡ്രസ്സ് ധരിക്കാത്ത അവസ്ഥയിലാണ് ഓന് ഇഷ്ടം എന്നാ അതിന്റെ അർത്ഥം. മനസ്സിലായോ? ഞാൻ അടിപ്പാവട ധരിപ്പിച്ചു എന്നല്ലേ പറഞ്ഞു, കഴിപ്പിച്ചു എന്ന് പറഞ്ഞില്ലല്ലോ. അത് മുസ്ലിയാക്കന്മാർക്ക് ഭയങ്കര വെറുപ്പായി പോയി. എന്താ നിങ്ങൾ കഴിപ്പിക്കാത്തത്? എന്നാലല്ലേ ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റൂ? എന്റെ പൊന്ന് മുസൽമാനെ, ഈ ജാതി മനുഷ്യന്മാരെങ്ങളൊന്ന് ചിന്തിക്കണം. പറഞ്ഞു പറയിപ്പിച്ചത് ഞങ്ങള് പറഞ്ഞു പറയും. ചെങ്ങായിമാരെ, വീടില്ലാത്തവർക്ക് വീട് വെച്ചു കൊടുത്തു എന്ന് പറഞ്ഞാൽ അതൊരു മോശം ഏർപ്പാടാ. ഡ്രസ്സ് ധരിക്കാത്തവനെ ഡ്രസ്സ് ധരിപ്പിച്ചു എന്ന് പറഞ്ഞാൽ മോശം ഏർപ്പാടാ. പാവാട ധരിക്കാതെ നഗ്നത പ്രദർശിപ്പിച്ച് നടന്നിരുന്നൊരു കാലം ഉണ്ടായിരുന്നു കേരളത്തിന്. നിങ്ങൾ പഠിക്ക്. അതുകൊണ്ട് അതിനുള്ള അവകാശം നേടിക്കൊടുത്തത്. എന്നിട്ട് അത് ക്ലിപ്പിംഗ് ഇട്ട് ചിരിച്ച് ആർത്ത് അട്ടഹസിക്കുന്ന പുരോഹിത വർഗമേ, യാ അയ്യുഹല്ലദീന ആമനൂ ഇന്ന കസീറൻ മിനൽ അഖ്ബാരി വറുഹ്ബാനി ലയഅകുലൂന അംവാലൻ നാസ് ബിൽ ബാതിൽ വയസുദ്ദൂന അൻ സബീലില്ലാഹ്. സത്യവിശ്വാസികളെ, പണ്ഡിത പുരോഹിതന്മാരിൽ ഭൂരിപക്ഷം നിങ്ങളുടെ ധനം അന്യായമായി തിന്നുന്നവരെയാണ്. നിങ്ങൾ മനസ്സിലാക്കുക, അന്യായമായി തിന്നുന്നവരെയാണ് ഇത്. നിങ്ങൾ